ഫ്രണ്ട്സ്, വെൽക്കം ടു ബിൻസ് ക്യൂസീൻ. ഗബാലയിലെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബാക്കുവിലെത്തി. ഗബാലയിൽ ഞങ്ങൾ ചെയ്ത ആക്ടിവിറ്റീസും ഞങ്ങൾ പോയ സ്ഥലങ്ങളും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യുക. ഞങ്ങൾ ബാക്കു ഫിനിക്കുലർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ബാക്കുവിൽ വരുന്ന എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യണം. 1 മന്നത്ത് പെർ പേഴ്സൺ ആണ് ഈ ഫിനിക്കുലറിൻ്റെ ചാർജ്. അസർബൈജാനിലുള്ള ഒരേ ഒരു ഫിനിക്കുലർ സിസ്റ്റമാണിത്. ഞങ്ങളിപ്പോൾ ഹിൽ ടോപ്പിന് താഴേക്കാണ് പോകുന്നത്. ഫിനിക്കുലർ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് കേബിൾ റെയിൽവേ സിസ്റ്റമാണ്. ഈ ട്രാക്കിൽ കാണുന്ന കേബിള് അത് 2 സ്റ്റേഷനിലും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ കേബിള് പുൾ ചെയ്യുമ്പോഴാണ് ഈ ട്രെയിൻ മൂവ് ആവുന്നത്. ഞങ്ങളും ഈ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ ടേണായി ഞങ്ങൾ കൗച്ചിലേക്ക് കയറുകയാണ്. അറ്റ് എ ടൈം ഇതിൽ 28 പീപ്പിൾ കപ്പാസിറ്റിയാണുള്ളത്. ഞങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഓരോ സീറ്റ് കണ്ടെത്തിയിരുന്നു. വീഡിയോ എടുക്കാനായിട്ട് ഒരാൾ അവിടെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഈ റൈഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. 1960 ഈ ഫിനിക്കുലർ ലൈൻ ബിൽഡ് ചെയ്തത്. 2012 ഇത് റിന്യൂ ചെയ്തു. $455 meters ലെങ്ത്തുള്ള ഒരു റെയിൽവേ ട്രാക്ക് ആണിത്. ഇതൊരു സിംഗിൾ ട്രാക്ക് റെയിൽവേ ആണ്. അതിൻ്റെ കൂടെ ഇതിനൊരു പാസിംഗ് പ്ലേസ് ഉണ്ട്. 2 കൗച്ചസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് മുകളിൽ നിന്ന് താഴോട്ടേക്ക് പോകുമ്പോൾ മറ്റത് താഴേന്ന് മുകളിലേക്ക് പോകാനാണ് യൂസ് ചെയ്യുക. ഒരേ ടൈമിനാണ് മുകളിലേക്ക് പോകുന്നതും താഴേക്ക് പോകുന്നതും. അതാണ് ഇതൊരു സിംഗിൾ ട്രാക്ക് ആണെന്ന് പറയുന്നത്. ഈ റെയിൽവേ ലൈനിൽ ഒരു പാസിംഗ് പ്ലേസ് ഉണ്ട്. 2 ട്രെയിനും അറ്റ് എ ടൈം വരുമ്പം ഈ ഒരു പാസിംഗ് പ്ലേസിലേക്ക് സ്പ്ലിറ്റ് ആയിട്ട് പിന്നെ സിംഗിൾ ട്രാക്കിലേക്ക് കണക്ട് ആവും. നേരെ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ട്രെയിൻ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇതാണ് ആ പാസിംഗ് പ്ലേസ്. അപ്പോൾ 2 ട്രെയിനും ഒരേ ടൈമിൽ 2 റെയിലിലേക്കുമായിട്ട് സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ആ സിംഗിൾ ട്രാക്കിലേക്ക് പോകും. ഇവിടുന്ന് നോക്കുമ്പോൾ ബാക്കുവിൻ്റെ ഒരു എൻറ്റയർ പനോറമിക് വ്യൂ കിട്ടും. ഇപ്പം നേരെ നോക്കുമ്പോൾ കാസ്പിയൻ സീ കാണാൻ പറ്റും. ഇനി ഒരു കംപ്ലീറ്റ് ബാക്കു സ്കൈലൈൻ നമുക്ക് കാണാൻ പറ്റും. ആ കാണുന്നതാണ് ഇവിടുത്തെ ലോട്ടസ് ടവർ. അതിൻ്റെ നൈറ്റ് വ്യൂ ഞാൻ എൻ്റെ സെക്കൻഡ് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഹൈലൻഡ് പാർക്കിൽ നിന്നുള്ള നൈറ്റ് വ്യൂ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ അത് എൻ്റെ സെക്കൻഡ് വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മുടെ സ്റ്റേഷൻ എത്താറായി. ഒരു ഫ്യൂ മിനിറ്റ്സ് ഡ്രൈവാണ്, പക്ഷേ ഇതൊരു യുണീക്ക് എക്സ്പീരിയൻസ് ആണ്. അസർബൈജാനിൽ പോകുന്ന എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒന്നാണ്. നമ്മുടെ സ്റ്റേഷൻ എത്തിയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ലിറ്റിൽ വെനീസിലേക്കാണ് പോകുന്നത്. കാർപ്പറ്റ് മ്യൂസിയം അങ്ങനെ ഒരുപാട് നമുക്ക് കാണാനുള്ള ഒരു ഏരിയ ആണ് ലിറ്റിൽ വെനീസ്. ഇവിടേക്കാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. ഇതാണ് ഫെനിക്കുലറിൻ്റെ താഴെയുള്ള സ്റ്റേഷൻ. നമ്മൾ താഴെ നിന്ന് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഇവിടെ നിന്നായിരിക്കും നമ്മൾ ഫെനിക്കുലറിൽ കയറുന്നത്. ബാക്കു ബൊളീവിയൻ്റെ ഏരിയയിലാണ് ഇതുള്ളത്.
മുകളിൽ നമ്മൾ ഫ്ലെയിം ടവറിൻ്റെ അടുത്ത് നിന്നാണ് ട്രെയിൻ കയറിയത്. ഇപ്പം താഴെ ബാക്കു ബൊളീവിയറിൻ്റെ അങ്ങോട്ടേക്ക് എത്തി. ഈ ഒരു സബ്വേയിലൂടെ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ലിറ്റിൽ വെനീസിലേക്ക് പോകുന്നത്. ഒറിജിനൽ വെനീസിന്റെ ഒരു മിനി കോപ്പിയാണ് ഈ ലിറ്റിൽ വെനീസ്. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കാർപ്പറ്റ് മ്യൂസിയം. 1960 ലിറ്റിൽ വെനീസ് എന്ന് പറഞ്ഞ ഒരു സ്മോൾ ടൗൺ ബാക്കു ബൊളീവിയറിൽ ബിൽഡ് ചെയ്യുന്നത്. 2012 അത് എക്സ്പാൻഡ് ചെയ്തൊരു 10,000 സ്ക്വയർ മീറ്റർ ആയിട്ട്. വളരെ ആക്റ്റീവായ ഒരു ഏരിയ ആണിത്. നല്ല ക്ലീൻ ആണ്. ഇവിടെ നടക്കുന്നത് നല്ല റിലാക്സിങ് ആണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ബോട്ടിംഗ് ഉണ്ട്, ബാക്കൂസ് ഐ എന്ന് പറയുന്ന ഫെറിസ് വീൽ എല്ലാം ഈ ഒരു ഏരിയയിൽ തന്നെയാണ്. വളരെ വലിയൊരു ഏരിയ ആണ്. അപ്പം ഒരുപാട് നടന്ന് കാണാനുണ്ട് ശരിക്കും. ലിറ്റിൽ വെനീസിൽ 1 ഡേ സ്പെൻഡ് ചെയ്യാനുണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഗബാലയിൽ നിന്ന് ഇന്നാണ് തിരിച്ചു വന്നത്. അപ്പോൾ എല്ലാവരും വളരെയധികം ടയർഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി ഞങ്ങൾ ഓൾഡ് ബാക്കു സിറ്റിയിലും പിന്നെ അവിടെ ഒരു പാലസ് ഉണ്ട്, അവിടെയൊക്കെ വിസിറ്റ് ചെയ്യാൻ പോവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പ്ലേസ് ആണ് ഈ ഓൾഡ് ബാക്കു സിറ്റി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ലീഡേഴ്സും വരുമ്പോൾ അവിടെ വിസിറ്റ് ചെയ്യും. അവിടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട്, ട്രഡീഷണൽ റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഉണ്ട്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇതിവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു ഏരിയ ആണ്. ഈ ഫ്ലാഗ് പോസ്റ്റിൻ്റെ താഴെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ അസർബൈജാനിൽ പോകാൻ പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അവിടുത്തെ ട്രാവൽ ഐറ്റമി പ്ലാൻ ചെയ്യാനും പിന്നെ അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ അതിന് റിപ്ലൈ തരാം. ഇതുവരെ ഞാൻ അസർബൈജാൻ ട്രിപ്പിൻ്റെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഇനിയുള്ള വീഡിയോസും എല്ലാവരും തീർച്ചയായും കാണാം.